സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഐ ലവ് യു അല്ലെ, ഐ ലവ് യു അല്ലേ. ഐ ഇതാ ഐ ഇവിടെ എഴുതിയിട്ടുണ്ട്, യു ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മള് ഐനെ പറ്റി യുവിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലെ. ഐ എന്ന് പറഞ്ഞാല് ഞാൻ അല്ലെ, ഞാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഐ എന്ന് പറഞ്ഞാല് ഞാൻ. ഞാൻ ഒരു ടീച്ചർ ആകുന്നു. എങ്ങനെ പറയാം? ഐ ആം എ ടീച്ചർ. ദിവസം ആം എ ടീച്ചർ. ആം ഞാനൊരു ടീച്ചർ ആകുന്നു. ആകുന്നു എന്ന് പറയാൻ ഇവിടെ ഏത് വാക്കാ ഉപയോഗിച്ചേക്കുന്നേ? ആകുന്നു എന്ന് പറയാൻ ഉപയോഗിച്ചത് ആം. അപ്പൊ ആമിന്റെ അർത്ഥം എന്താ? ആകുന്നു. ആകുന്നു എന്ന് പറയാൻ നമ്മളിവിടെ ആം ഉപയോഗിച്ചു. ഐ ആം എ ടീച്ചർ. ഇവിടെ ഐ മാത്രമല്ല അല്ല ഉള്ളത്, വി ഉണ്ട്, യു ഉണ്ട്, ഹി ഉണ്ട്, ഷീ ഉണ്ട്, ദേ ഉണ്ട് അല്ലേ. അടുത്ത അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് ആകുന്നു എന്ന് എങ്ങനെ പറയാം? ഐ കഴിഞ്ഞാൽ രണ്ടാമത്തത് വി ആണ്. അതിന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഇല്ല, ഒന്നിലധികം പേരും കൂടെ വന്നാൽ എന്തായി? ഞാൻ എന്നുള്ളത് ഞങ്ങളായി. അപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സ് ആകുന്നു. ആകുന്നു എന്ന് പറയാൻ നമ്മൾ ആദ്യം ആം ഉപയോഗിച്ചു. ഞങ്ങൾ ടീച്ചേഴ്സ് ആകുന്നു എങ്ങനെ പറയാം? വി ആം പറയില്ല, വി ആർ ടീച്ചർ എന്ന് പറയില്ല, ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടീച്ചറാണോ? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അതിന്റെ കൂടുതൽ എസ്സുകൾ ഇട്ടപ്പോ അർത്ഥമാണ്. ഒരു ടീച്ചറിന് പകരം ഒന്നിലധികം ടീച്ചേഴ്സ്. ആകുന്നു എന്ന് പറയാൻ ഇവിടെ ഏത് വാക്കാ ഉപയോഗിച്ചേ? അപ്പൊ ആർന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താ? ആകുന്നു അല്ലേ. ഓക്കെ, വി ആർ ടീച്ചേഴ്സ്. ഇനി നീ ടീച്ചറാണ്. എങ്ങനെ പറയും? നീ ഇല്ല, നിങ്ങൾ. യു ആർ ടീച്ചർ. യു ആർ എ ടീച്ചർ. നിങ്ങളൊരു ടീച്ചറാണ്. യു ആർ എ ടീച്ചർ. നിങ്ങൾ ഒരു ടീച്ചറാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഞാൻ ടീച്ചറാണ്. ഞാൻ ടീച്ചർ ആകുന്നു. ആകുന്നു എന്ന് പറയാൻ ഞാൻ എന്ന് പറഞ്ഞപ്പോ ആം ഉപയോഗിച്ചു. ഞങ്ങൾ ടീച്ചേഴ്സ് ആകുന്നു എന്ന് പറയാൻ എങ്ങനെയാ? വി ആർ ടീച്ചേഴ്സ്. പിന്നെ നീ ടീച്ചർ ആകുന്നു എന്ന് പറയണെങ്കിൽ യു ആർ എ ടീച്ചർ അല്ലേ. അടുത്തത് അവൻ ടീച്ചർ ആകുന്നു എന്ന് എങ്ങനെ പറയാം? He is a teacher. He is a teacher. ഇവിടെ ആകുന്നു എന്ന് പറയാൻ അടുത്ത പദം ഉപയോഗിച്ചു. എന്താ? ഈസ്. ആകുന്നു. ഹി പറഞ്ഞപ്പോൾ ആകുന്നു എന്ന് പറയാൻ നമ്മള് എന്തുപയോഗിച്ചു? ഹി ഈസ് എ ടീച്ചർ. അതുപോലെ തന്നെ അവളും ഉണ്ട്. അവൾക്കുള്ള ഷീ ആകുമ്പോഴും ഈസ് എ ടീച്ചർ. ആകുന്നു എന്ന് പറയാൻ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചേ? ഷീ ഈസ്. അവൾ ഒരു ടീച്ചറാണ്. ഓക്കെ. ഇനി ദേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കുസു? അവർ അല്ലേ. അവർ ആരാകുന്നു? അവർ എന്ന് പറഞ്ഞ ഒരാളല്ല, അവർ ടീച്ചേഴ്സ് ആകുന്നു. They are teachers. ഇനി വേണമെങ്കിൽ രാഹുൽ. രാഹുൽ എന്ന് പറഞ്ഞ ആള്. രാഹുൽ ഈസ് എ ടീച്ചർ. രാഹുൽ ഒരു ടീച്ചറാണ്. രാഹുൽ ഈസ് എ ടീച്ചർ. സോണി ഒരു ടീച്ചറാണ്. എങ്ങനെ പറയാം? സോണി ഈസ് എ ടീച്ചർ. ഇത്രയും കാര്യങ്ങൾ പറയാൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഞാൻ അധ്യാപകനാകുന്നു എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത്? ഐ ആം എ ടീച്ചർ. ആകുന്നു എന്നുള്ളത് എങ്ങനെ കുസു? വെരി ഗുഡ്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഞാനാകുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിച്ചേ? ആകുന്നു എന്നുള്ളത് ആം ഉപയോഗിച്ചു. ആര് വന്നപ്പോ? ഞാൻ വന്നപ്പോ. ഞാൻ ആരാ അവിടെ? മെയിൻ ആയിട്ടുള്ള ആള്, അതായത് സബ്ജക്ട്. പ്രധാനപ്പെട്ട ആളെ നമ്മൾ എന്തെന്ന് പറയുന്നേ? നോക്കുക. ആദ്യത്തെ സബ്ജക്ട് ഞാൻ, രണ്ടാമത്തെ വി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആള്. അപ്പൊ നമ്മൾ എന്ത് പറയാം? വി കെ സബ്ജക്ട് എന്ന് പറയാം. യു ആർ എ ടീച്ചർ. യു ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആള്. അപ്പൊ യുവിനെ നമുക്ക് എന്ത് വിളിക്കാം? സബ്ജക്ട്. ഹീസ് എ ടീച്ചർ. അപ്പൊ ഹി ആരാ? സബ്ജക്ട്. ഷീ ഈസ് എ ടീച്ചർ.
ഷീ ഈസ് എ ടീച്ചർ. ഷീ എന്ന് പറഞ്ഞാൽ ആരാ? സബ്ജക്റ്റ്. ദേ ആർ ടീച്ചേഴ്സ്. അപ്പോ ദേ എന്ന് പറഞ്ഞാൽ ആരാ? സബ്ജക്റ്റ്. രാഹുൽ ഈസ് എ ടീച്ചർ. രാഹുൽ എന്ന് പറഞ്ഞാൽ ആരാ അതിനകത്ത്? സബ്ജക്റ്റ്. സോണി ഈസ് എ ടീച്ചർ. എല്ലാവരും ടീച്ചേഴ്സ്. സോണി എന്ന് പറഞ്ഞാൽ ആരാ? സോണിയും ഇതിലെ സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് മനസ്സിലായി. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട ആരെ പറ്റിയാണോ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. ഇവിടെ എൻ്റെ കാര്യമാണ് പറയുന്നത്, അടുത്തത് ഞങ്ങളുടെ കാര്യമാണ്, അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ആള് സബ്ജക്റ്റ്. അപ്പൊ സിമ്പിളായിട്ട് നമ്മൾ പറയാൻ പഠിച്ചില്ലേ? ഞാനൊരു ടീച്ചർ ആകുന്നു എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ആകുന്നു 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 എന്നുള്ള വാക്ക് പഠിക്കാം. ആകുന്നു ആകുന്നു എന്ന് പറയാൻ ആം ഉപയോഗിക്കും, ആർ ഉപയോഗിക്കും, ഇസ് ഉപയോഗിക്കും അല്ലേ? ഞാനൊരു ടീച്ചർ ആകുന്നു, പെട്ടെന്ന് പറ ടീച്ചർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐ എം എ ടീച്ചർ. ഞങ്ങൾ ടീച്ചേഴ്സ് ആവുന്നു, പെട്ടെന്ന് പറയൂ വി ആർ ടീച്ചേഴ്സ്. ഓക്കെ, നീ ഒരു ടീച്ചർ ആവും. യു ആർ എ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യു ആർ എ ടീച്ചർ അല്ലേ? അവനൊരു ടീച്ചർ ആവും. ഈസ് എ ടീച്ചർ. അവളൊരു ടീച്ചർ ആവും അല്ലേ? പിന്നെ അവർ ടീച്ചേഴ്സ് ആവുന്നു. They are teachers. രാഹുൽ ടീച്ചർ ആകുന്നു. സോണി ടീച്ചർ ആവുന്നു. അപ്പൊ ടീച്ചർ എന്നുള്ള കാര്യം പഠിച്ചു. അവര് ടീച്ചറാ ഇവര് ടീച്ചറാന്നൊക്കെ നമുക്ക് പറയാൻ പഠിച്ചില്ലേ? പഠിച്ചില്ലേ? സിമ്പിൾ ആയിട്ട് പറയാം അല്ലേ? ഐ ആം എ ടീച്ചർ. ഇനി ടീച്ചർ നമുക്ക് മാറ്റാം. ടീച്ചർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്റ്റുഡന്റ് ആയിക്കോട്ടെ. ആദ്യത്തത് ഞാൻ ഞാൻ ആകുന്നു. ആം ഐ ആം എ സ്റ്റുഡന്റ്. ഐ ആം എ സ്റ്റുഡന്റ്. അപ്പൊ നിങ്ങൾ പറയാ ഞങ്ങൾ സ്റ്റുഡൻസ് ആവും. പെട്ടെന്ന് പറയൂ. വി ആകുന്നു എന്നുള്ളത് ആർ. വി ആർ സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡൻസ്. നിങ്ങൾ കുറെ പേരുള്ളതുകൊണ്ട് സ്റ്റുഡൻസ്. വി ആർ സ്റ്റുഡൻസ്. പിന്നെ നീ സ്റ്റുഡന്റ് ആകുന്നു എങ്ങനെ പറയില്ല? നിങ്ങൾ സ്റ്റുഡൻസ് ആകുന്നു. യു ആർ എ യു ആർ സ്റ്റുഡന്റ്. യു ആർ സ്റ്റുഡൻസ്. നിങ്ങൾ കുട്ടികളാകുന്നു. അടുത്തെന്താ? ബി കഴിഞ്ഞു, ഐ കഴിഞ്ഞു, ബി കഴിഞ്ഞു, യു കഴിഞ്ഞു. അടുത്തത് അവൻ ആകുന്നു. ആകുന്നു ആകുന്നു ആകുന്നു. അവൻ പറ അവന് സ്റ്റുഡന്റ് ആകുന്നു. പെട്ടെന്ന് പറയൂ. വെരി ഗുഡ് വെരി ഗുഡ്. ഹി ഈസ് എ സ്റ്റുഡന്റ് അല്ലേ? പെട്ടെന്ന് പഠിച്ചില്ലേ? ഹീസ് എ സ്റ്റുഡന്റ്. അവളൊരു സ്റ്റുഡന്റ് ആകും. ഷീ ഈസ് എ സ്റ്റുഡന്റ് അല്ലേ? അവർ സ്റ്റുഡൻസ് ആകുന്നു. അവർ കുട്ടികളാകും. They are students. They are students. രാജൻ സ്റ്റുഡന്റ് ആകും. ബബുലു സ്റ്റുഡന്റ് ആകും. ബബുലു ഒരു വിദ്യാർത്ഥി ആകും. റീന ഒരു വിദ്യാർത്ഥി ആകും. റീന ഈസ് എ സ്റ്റുഡന്റ്. ഓക്കെ, അത് പഠിച്ചോ. അപ്പൊ ആകുന്നു എന്ന് പറയണെങ്കില് അത് ഇനി ഡോക്ടർ. ഓക്കെ, അത് ടീച്ചർ പറഞ്ഞു, സ്റ്റുഡന്റ് പറഞ്ഞു, ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആകും. വേഗം പറ. ഞങ്ങൾ ഡോക്ടേഴ്സ് ആകും. പെട്ടെന്ന് പറയും. വി എന്ന് വന്നപ്പോ എന്ത് വന്നു? ആറ് വന്നു. കാരണം എന്താ? വി എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? പക്ഷെ അങ്ങനെയാണ്. ഐ എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ. അവിടെ നമ്മൾ ഈ സ്ഥലമല്ലേ ഇട്ടത്? അതിന്റെ കൂട്ടത്തിൽ ആകുന്നു എന്ന് പറയണെങ്കിൽ ആം ഇട്ടു അല്ലേ? ഡോക്ടേഴ്സ്. ഇനി അടുത്തത് നീ ഒരു ഡോക്ടറാണ്. നീ ഒരു ഡോക്ടർ ആകുന്നു. നിങ്ങൾ ഡോക്ടേഴ്സ് ആകുന്നു. നീ ഒരു ഡോക്ടർ ആകുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഡോക്ടർ ഉണ്ട്? ഒരു ഡോക്ടർ ഉള്ളൂ അല്ലെ? പക്ഷെ ആറാണ് നമ്മൾ ഉപയോഗിച്ചത്. നീ എന്ന് പറയുമ്പോ യുവിന്റെ അടുത്ത് എപ്പോഴും ആകുന്നു എന്ന് പറയാൻ എന്ത് ഉപയോഗിക്കുള്ളൂ? ഈസ് ഉപയോഗിക്കുവോ? യു ആർ എ ഡോക്ടർ എന്ന് പറഞ്ഞാല് ഒറ്റയാളുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ കുറെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ യു ആർ ഡോക്ടേഴ്സ്. ഓക്കെ, ഡോക്ടേഴ്സ് മനസ്സിലായോ? അത് അവനൊരു ഡോക്ടറാണ്. വേമറ അവളൊരു ഡോക്ടറാകുന്നു. അഡ്വാൻസ്. വെരി ഗുഡ്.
അവളൊരു ഡോക്ടർ ആകുന്നു. ഷീസ് എ ഡോക്ടർ. അവർ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാരാകുന്നു. അടുത്ത പോലീസ്. പോലീസ്, ഞാനൊരു പോലീസുകാരനാണ്. പോലീസ്മാൻ. ഓക്കെ, ഞാനൊരു പോലീസുകാരനാണ്. ഞങ്ങള് പോലീസുകാരാകുന്നു. അല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. പോലീസ്. ഞങ്ങൾ പോലീസുകാരാണ് അല്ലേ? നീ പോലീസാണ്. നീ ഒരു പോലീസുകാരനാണ്. എങ്ങനെ പറയും? യു ആർ എ പോലീസ്മാൻ. നിങ്ങൾ പോലീസുകാരാണ്. നിങ്ങൾ പോലീസുകാരാണ്. നിങ്ങൾ എത്ര പേരുണ്ട്? യു ആർ പോലീസ്. അയാള് പോലീസാണ്. അല്ലേ? അവള് പോലീസാണ്. അവര് പോലീസാണ്. ഇനി പോലീസ് വന്നപ്പോ എന്ത് വേണം? കള്ളനും വേണ്ടേ? ഞാനൊരു കള്ളനാണ്. കറക്റ്റാണോ? ഞാനൊരു കള്ളനാണ്. പറ. അല്ല, അതെന്താ പറയാത്ത? I'm a thief. കള്ളൻ. I'm a thief. പഠിച്ചില്ലേ? ആകുന്നു. I am a thief. ഞങ്ങൾ കള്ളന്മാരാണ്. നിങ്ങളെ പറഞ്ഞില്ലേ നിങ്ങൾ കള്ളന്മാരല്ലേ? കുഞ്ഞു കള്ളന്മാര്. We are thief. Thief എന്ന് പറഞ്ഞാൽ ഒരു കള്ളനേ ഉള്ളൂ. Thieves. We are thieves. ഞങ്ങള് കള്ളന്മാരാണ്. അത് ഉണ്ടായിരിക്കണ്ട. നീ കള്ളനാണ്. അത് പറയാലോ. നീ കള്ളനാണ്. യു ആർ നീ എന്ന് പറഞ്ഞ ഒരാള് മാത്രം ഉള്ളെങ്കിൽ യു ആർ എ thief. നിങ്ങൾ കുറെ നിങ്ങൾ കള്ളന്മാരാണ്. ശ്രദ്ധിക്കേ, നിങ്ങൾ കള്ളന്മാരാണെന്ന് എങ്ങനെ പറയാം? യു ആർ thieves. ഓക്കെ, അവനൊരു കള്ളനാണ്. He's a thief. അവളൊരു കള്ളിയാണ്. എങ്ങനെ പറയാം? She's a thief. പെട്ടെന്ന് പറയണം. അവര് കള്ളന്മാരാണ്. They are thieves. ഇനി വക്കീല്. ഞാനൊരു വക്കീലാണ്. പെട്ടെന്ന് പറ. ഞങ്ങൾ വക്കീലുമാരാണ്. We are lawyer എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. അടുത്ത് നീ ഒരു വക്കീലാണ്. നിങ്ങളൊരു വക്കീലാണ്. യു ആർ എ ലോയേഴ്സ് എന്ന് പറയില്ല. എന്ന് പറഞ്ഞാല് ഒരാളേ ഉള്ളൂ. എ ലോയർ. ഓക്കെ, അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് എന്റെ കാര്യം, ആന്റെ കാര്യമൊക്കെ. യു ആർ എ ലോയർ. അപ്പൊ നിങ്ങൾ കുറെ വക്കീലുമാരുണ്ടെങ്കിലോ യു ആർ ലോയേഴ്സ്. അയാള് വക്കീലാണ്. പെട്ടെന്ന് പറ. അവള് വക്കീലാണ്. മനസ്സിലാകുന്നില്ല? അവള് വക്കീലാണ്. പെട്ടെന്ന് പറയും. അവർ വക്കീലന്മാരാണ്. വക്കീല് കഴിഞ്ഞു. ടഫാണോ ഇതോ? അതെയോ? ഓക്കെ. എന്നാല് ഇനി ആരാ പറയണ്ടേ? ഡോക്ടറായി, ലോയറായി, പോലീസായി, കള്ളനായി. ഇനി എന്തെങ്കിലും വേണം? അത് പറയാം. മനസ്സിലായോ? ഇത് മാത്രം ഓർത്താൽ മതി. ആകുന്നു എന്ന് പറയണെങ്കില് നമ്മൾ ഉപയോഗിക്കുന്നത് ആമ്, ആറ്, ഇസ്. ഞാനാകുന്നു എന്ന് പറയണെങ്കില് എന്തുപയോഗിക്കും? ഞാനാകുന്നു. ഞാൻ വരുമ്പോൾ ആം ഉപയോഗിക്കുന്നു. ഞാൻ വരുമ്പോ വഴക്കുണ്ടാക്കല്ലേ? ഞാൻ വരുമ്പോ ആകുന്നു എന്ന് പറയണെങ്കിൽ ആം ഉപയോഗിക്കും. നീ വരുമ്പോ ആർ ഉപയോഗിക്കും. നീ എന്ന് പറഞ്ഞാൽ യു വരുമ്പോ ആകുന്നു എന്ന് പറയണെങ്കിൽ ആർ ഉപയോഗിക്കുന്നു. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അവർ, അങ്ങനെ കുറെ പേര് വരുമ്പോ ആകുന്നു എന്ന് പറയാന് ആർ ഉപയോഗിക്കുന്നു അല്ലേ? പക്ഷെ ഹി, അവൻ, അവൾ, ഷീ, ഹരി, രാജു, അങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറയുമ്പോ ആകുന്നു എന്ന് പറയണെങ്കിൽ എന്തുപയോഗിക്കും? He is a doctor. He is an artist.
is a film star. അല്ലേ? ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം ആകുന്നു 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 എന്ന് പറയണെങ്കിൽ എന്താ? ഒന്നെങ്കിൽ ഇപ്പൊ ആകുന്നു, ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ഉള്ളതിന് നമ്മൾ ആകുന്നു എന്ന് പറയത്തില്ലേ? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അത് സ്ഥിരമായിട്ടുള്ള കാര്യല്ലേ? അതങ്ങനെ ആകുന്നു അല്ലേ? അതുപോലെ ഞാനൊരു സ്റ്റുഡന്റ് ആകുന്നു. I am a student. ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആകുന്നു. I am a student. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഞാൻ പഠിത്തമൊക്കെ നിർത്തി കഴിഞ്ഞിട്ടും I am a student എന്ന് പറയുമോ? കാരണം എന്താ? I am a student, ഞാൻ ഇപ്പൊ ആകുന്നു. ഇല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുവാണോ? അങ്ങനെയാണെങ്കിലും അങ്ങനെ പറയാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പഠിത്തമൊക്കെ നിർത്തി കഴിയുമ്പോൾ ഞാൻ സ്റ്റുഡന്റ് ആണോ? അല്ല. അപ്പോ ഞാൻ സ്റ്റുഡന്റ് ആകുന്നു എന്ന് പറയുന്നതിന് പകരം സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറയണം. അപ്പൊ ഈ ആമെന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ സ്റ്റുഡന്റ് ആകുന്നു എന്നല്ല പറയേണ്ടത്, അതിന് പകരം ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഈ ആമിന് പകരം ആകുന്നു എന്നുള്ളത് ആയിരുന്നു എന്നാക്കണമെങ്കിൽ I was a student. ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്റ്റുഡന്റ് ആയിരുന്നു എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ ആർന്നായിരുന്നു പറഞ്ഞേ കുറെ പേരുണ്ടെങ്കിൽ. അപ്പൊ വാസിന് പകരം ഇവിടെ സ്റ്റുഡന്റ് അല്ല, സ്റ്റുഡന്റ് അല്ല, പകരം എത്ര പേരുണ്ട്? സ്റ്റുഡൻസ് ആണ്. വി വേ സ്റ്റുഡൻസ്, ഞങ്ങള് കുട്ടികൾ ആയിരുന്നു. വി വേ സ്റ്റുഡൻസ്. ഐ വാസ് എ സ്റ്റുഡന്റ്. ഐ എന്ന് പറഞ്ഞാല് ഞാൻ ഒരാളേ ഉള്ളൂ, പക്ഷെ അവിടെ ആയിരുന്നു എന്ന് പറയണെങ്കിൽ വാസാണ്. എന്റെ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടെ ഉണ്ട്. വി അല്ലേ? ഞങ്ങൾ സ്റ്റുഡൻസ് ആകുന്നു എന്നല്ല, ആയിരുന്നു, മുമ്പായിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസ് ആണോ? അല്ല. അതുകൊണ്ട് വി വേ സ്റ്റുഡൻസ്. ഞാൻ അടുത്ത് നോക്ക്. വി കഴിഞ്ഞിട്ട് അടുത്തത് ശ്രദ്ധിക്കേ. ഐ കഴിഞ്ഞു, വി കഴിഞ്ഞു, അടുത്തത് ഐ കഴിഞ്ഞു. ഞാൻ എന്റെ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടെ വന്നപ്പോ ഞങ്ങള്. അടുത്താരാ? യു. നീ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ആകുന്നു നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? യു സ്റ്റുഡന്റ് നേരത്തെ പഠിച്ചു. പക്ഷെ അത് കഴിഞ്ഞു. നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് വലിയ ആൾക്കാരായപ്പോ നിങ്ങൾ സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണോ ആകുന്നു എന്നാണോ? നിങ്ങൾ സ്റ്റുഡന്റ് ആയിരുന്നു. യു വന്നപ്പോഴും യു വാസ് പറയോ? യു വേ. വേറെ സ്റ്റുഡന്റ്. എന്താ? യു വേറെ സ്റ്റുഡന്റ് അല്ലേ? അടുത്തത് ഹി. അവനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. He was a student. She was a student. They ആവുമ്പോ കുറെ പേരുണ്ട്. They were students. ഓക്കെ. അപ്പൊ ആയിരുന്നു എന്ന് പറയണെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? വാസ് അല്ലെങ്കിൽ വേർ. വാസ് അല്ലെങ്കിൽ വേർ. ആകുന്നു എന്ന് പറയാനോ? ഈസ്, ആം, ആർ. ആയിരുന്നു എന്ന് പറയണെങ്കിൽ എന്ന് പറയണെങ്കിൽ വാസ്, വേർ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഈസ്, ആം, ആറ്, വാസ്, വേർ. ഓക്കെ അല്ലേ? ഇത്രയും പോരെ?